സാധാരണ ഞാൻ വീഡിയോ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ ഇന്ന് എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഇടയ്ക്കെങ്കിലും എനിക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ടായിരുന്നേ. പക്ഷേ ഇന്ന് എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഞാൻ ഇന്നലെ ഒരു ഫ്ലവർ വേസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഫ്ലവർ ചെയ്യുമെന്നുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്തു പോവാം കേട്ടോ. നിങ്ങൾ എന്താണോ പറയുന്നത് അത് തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് നമ്മൾ പൈപ്പ് ക്ലീനർ സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെറ്റൽസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓരോന്നും ചെയ്യുന്നതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 5 പെറ്റൽസ് ചെയ്തെടുക്കാം. ഇത് ചെയ്തെടുക്കുന്ന ഓരോ സ്റ്റെപ്പും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ അത് ഫോളോ ചെയ്ത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 ചെറിയ പെറ്റൽസാണ്. ഈ ഒരു പെറ്റൽസാണ് നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ക്യാൻഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ക്യാൻഡിലോ ലൈറ്ററോ എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഈ വീട് മൊത്തം തപ്പിയിട്ട് എനിക്കൊരു കുഞ്ഞി ക്യാൻഡിൽ കിട്ടിയത്. അപ്പോൾ നിങ്ങളതിൽ ലൈറ്റർ ഉണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്താലും മതി കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു 7 സ്റ്റിക്ക് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി നമുക്ക് 2 ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് എടുക്കാം. സ്റ്റെപ്പും ഇതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്ലവർ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നാണെങ്കിൽ വുഡൻ സ്റ്റിക്കില്ലേ, അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ ആ ക്യാൻഡിൽ വെച്ച് യൂസ് ചെയ്ത് ഉണ്ടാക്കിയില്ലേ അത്, പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ വലിയ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത്രയും കഴിഞ്ഞാൽ നമുക്കിനി സ്റ്റെമ്പിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുമ്പം കൂടെ തന്നെ നമ്മൾ ലീഫും കൂടെ ഒന്ന് വെച്ച് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട.